ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 205 ഉയർന്നിട്ടുണ്ട്. 200ഓളം പേരെ കാണാതായി. 144 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 1592 പേരെ രക്ഷപ്പെടുത്തി. 68 കുടുംബങ്ങളിലെ 206 പേരെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ദുരന്തത്തിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയ നിരവധി മൃതദേഹങ്ങൾ അത് നിലമ്പൂരിൽ നിന്നും തിരിച്ച് മേപ്പാടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. PV ജോഷില അവിടെ നിന്നും ചേരുകയാണ്. ജോഷില, ഏറ്റവും ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളതെന്ന് സ്വാഭാവികമായും ഊഹിക്കാം. 32 മൃതശരീരങ്ങളാണ് തിരിച്ചറിയാനുള്ളത്. എത്ര പേരെ ഉറ്റവർക്ക് തിരിച്ചറിയാനായിട്ടുണ്ട് ജോഷില? അസിത, 38 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ. എന്തായാലും ഇതുവരെ ഒരു ഘട്ടത്തിൽ 8 പേരുടെയും പിന്നീടുള്ള അടുത്ത ഘട്ടത്തിൽ 13 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ 6 പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ. ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം തന്നെ ഇവിടെ ഉള്ള ഇനി വരാനിരിക്കുന്ന മൃതദേഹങ്ങൾ കൂടിയുണ്ട്. 2 മൃതദേഹങ്ങൾ, ഈ 13 പേരിൽ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക്, അതായത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള മോർച്ചറിയാണ്, അതിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതേസമയം തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകളെയും ആ നാട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരുവിധം ആളുകളെ ഒക്കെ തന്നെ ഈ ഒരു സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് കൃത്യമായി മറ്റുള്ളവർ തിരക്ക് കൂട്ടി വലിയ ബഹളം ഉണ്ടാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും വളണ്ടിയർമാർ അടക്കമുള്ള ആളുകളെ കൊണ്ട് സജ്ജീകരിച്ചിരുന്നു. അതുപോലെ തന്നെ പോലീസും സജീവമായി രംഗത്തുണ്ട്. പോലീസും എല്ലാവരെയും കൃത്യമായി, അതായത് പ്രകോപനം ഉണ്ടാകാത്ത രീതിയിൽ, ഏറ്റവും വിഷമകരമായ സാഹചര്യമാണെന്ന് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രകോപനമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടേക്ക് അല്പസമയം മുൻപ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആ മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഏറ്റവും വേദനാജനകമായ, ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ തിരിച്ചറിയുക, മരിച്ച ഒരു മനുഷ്യനെ തിരിച്ചറിയുക, എന്നാൽ മരിച്ചോ എന്ന് പോലുള്ള ഒരു ആശങ്ക ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന അതേസമയം തന്നെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മൃതദേഹം തിരിച്ചറിയാനായി എത്തിച്ചേർന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ അത് വളരെ ഭീതിതമായ, അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മേപ്പാടിയിലെ ജനങ്ങൾ എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് വളരെ ദുഃഖിതമായ ഒരു കാഴ്ചയാണ്. ആളുകളുടെ മൃതശരീരം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മൃതശരീരം, എല്ലാ ഭാഗങ്ങളുമുള്ള ഒരു മൃതശരീരം തിരിച്ചറിയുന്നത് പോലെയല്ല. പലരുടെയും തലയടക്കം ഇല്ലാത്ത ആ ഒരു പറയേണ്ടി വരുന്നതാണ്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ അവയവങ്ങൾ പോലും ഇല്ലാത്ത മനുഷ്യനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, അത് ബന്ധു ആയിരിക്കുമ്പോൾ ഉള്ള ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ തിരിച്ചറിവാണ്. അത് ബന്ധു ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് കണ്ടെത്തണം. ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും കണ്ടെത്തണം. എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ കലകൾ, ആഭരണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ്. ജില്ലയ്ക്ക് പുറത്തുള്ള ബന്ധുക്കളെയും അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനെ ബന്ധുക്കളെ തിരിച്ചറിയുക, മക്കളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അമ്മമാർ, അതുപോലെ തന്നെ മരുമക്കളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അമ്മമാരെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന അച്ഛന്മാരെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന സഹോദരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി എത്തുന്ന ആളുകൾ, അവരുടെ ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ആണ്. എന്നാൽ പോലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അത് നേരത്തെ ഞാൻ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ കൗൺസിലിംഗ് അടക്കം ആളുകൾക്ക് നൽകാനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ക്യാമ്പുകളായി മാറിയിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാനസികാവസ്ഥയെ പൊരുത്തപ്പെടാനുള്ള കൗൺസിലിംഗ് സംവിധാനം അടക്കം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു.
ഒരുപക്ഷെ അതുകൊണ്ടാകാം അവർ ഇതിനോട് പൊരുത്തപ്പെടുന്നത്. അവരെല്ലാം തന്നെ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത്. ആളുകളെ തിരിച്ചറിയുക എന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വളണ്ടിയർമാർ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നു. ക്യാമ്പിൽ 638 പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും 3000-ലധികം ആളുകൾക്ക് ഇതേ രീതി എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം അത്രയേറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട് ഈ ഒരു ദുരന്തത്തിൽ എന്നുള്ളതാണ്. അവർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സഹായം കൂടി അവർക്ക് ലഭ്യമായാൽ വലിയ ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം കൂടിയായിരിക്കും അത് എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി ജീവിക്കാനുള്ള ഒരു പ്രേരണയെങ്കിലും നൽകുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾക്ക് കഴിയാവുന്ന കാര്യം എന്നുള്ളതാണ്. അവർക്ക് പൊലിഞ്ഞുപോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നേരത്തെ മുഹമ്മദ് റിയാസ് തന്നെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, സാധ്യമായതെല്ലാം സാധ്യമായത് കൊടുക്കും. അതായത് ജീവൻ പൊലിഞ്ഞവരെ മാത്രമേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുകയുള്ളൂ. എന്നാൽ പോലും ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും അതിജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കും എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, മന്ത്രി രാജൻ അടക്കമുള്ളവർ പറഞ്ഞതാണ്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. വൈദ്യസഹായമൊക്കെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭക്ഷണം കൃത്യമായി നൽകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ശരി, PV ജോഷിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ, നിമിഷങ്ങളിലൂടെ മേപ്പാടി കടന്നു പോകുന്നു എന്നുള്ളതാണ് ജോഷില പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ്. തിരിച്ചറിയാനാകാത്ത തരത്തിലാണ് പല മൃതശരീരങ്ങളും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദുരിതത്തിൽ നിന്നും ജീവനും കയ്യിൽ പിടിച്ചോടി രക്ഷപ്പെട്ട മനുഷ്യർ ഇപ്പോൾ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. 38 മൃതശരീരങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാനുണ്ട്. ഈ ദുരന്തം നടന്ന വേളയിൽ വലിയ തോതിൽ ഇവിടെ നിന്ന് ഒഴുകിപ്പോയ ആളുകളാണ്. അവർ ആ പുഴയിലൂടെ ഒഴുകി ആ സമയത്ത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേർപെടുകയും ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തത്. അവരെയാണ് ഇപ്പോൾ ഇവിടേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത്, മേപ്പാടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് നിലമ്പൂരിൽ നിന്നാണ് ഇപ്പോൾ തിരിച്ച് ഈ മൃതശരീരങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ദുരന്തബാധിതർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി നിലമ്പൂരിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേപ്പാടിയിലേക്ക് മൃതശരീരങ്ങൾ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. ചാലിയാർ പുഴയിലൂടെ ഒഴുകിയ മൃതദേഹങ്ങളാണ് ഇപ്പോൾ മേപ്പാടിയിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ 38 പേരാണുള്ളത്. ഇവരെ ബന്ധുക്കൾ തിരിച്ചറിയുന്ന പ്രക്രിയ, അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ ഇപ്പോൾ പുരോഗമിക്കുക കൂടിയാണ്. PV ജോഷിലെയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.